إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നാട് എല്ലാ രംഗത്തും പുരോഗമനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം അഭിമാനത്തോടുകൂടി പറയും. ടെക്നോളജികളുടെ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, മറ്റുള്ള മേഖലകളിലെല്ലാം ആഗോളതലത്തിലുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിലും മാറ്റങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു വശത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമ്മുടെ സമൂഹം ഉയർന്നു പോകുമ്പോൾ അതോടൊപ്പം മനുഷ്യത്വം, മാനുഷിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ എന്നതൊക്കെ എത്രമാത്രം ഉയരത്തിലേക്ക് പോകുന്നു അതിനേക്കാൾ വേഗതയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ആലോചിക്കുക, എങ്ങോട്ടാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരാൾ പറഞ്ഞത് ദിനപത്രം എന്നാണ്. സാധാരണ പത്രങ്ങൾക്ക്, നമ്മൾ ഡെയിലി വരുന്ന പത്രങ്ങൾക്ക് ദിനപത്രം, അത് മാറ്റിയിട്ട് കുറ്റപത്രം എന്നാക്കുന്നതാവും നല്ലത്. വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്തുമാത്രമായി വെറും കുറ്റകൃത്യങ്ങളുടെ, അക്രമങ്ങളുടെ, ആ നിലക്കുള്ള മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായി ഇന്ന് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ നിലക്കുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരിക. 1-2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷവും എത്രയോ കേസുകൾ പിന്നെയും റിപ്പോർട്ട് ചെയ്തു. മാതാപിതാക്കളെ കൊന്ന സംഭവങ്ങൾ, മക്കളെ കൊല്ലുന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെയുള്ള ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതിലേറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത, ഒരു സഹപാഠിയെ, കോളേജിൽ പഠിക്കുന്ന തന്റെ ഒരു ജൂനിയറിനെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോകൾ നമ്മളൊക്കെ കണ്ടു. ഇന്നലെ മുതലുള്ള ചർച്ചകളിൽ, വാർത്തകളിലൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ ആ കാര്യത്തിൽ ലഭിച്ചു. കോട്ടയത്തുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിയമം, മാർഗദർശനങ്ങൾ ആ വിഷയത്തിലുണ്ടായിട്ടും റാഗിങ്ങിനെ ചെറുത്തു നിൽക്കുവാനുള്ള സംവിധാനങ്ങളുണ്ടായിട്ടും ഹോസ്റ്റൽ മുറികളിൽ, ക്യാമ്പസുകളുടെ അകത്തളങ്ങളിൽ ഇപ്പോഴും ചില ക്രിമിനൽ സംഘങ്ങൾ, മനോവൈകൃതങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇന്നലെ ഇരയാക്കപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഒരു സംഭാഷണം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയും, എന്ത് ധൈര്യത്തിലാണ് ഞാൻ എന്റെ കുട്ടിയെ അങ്ങോട്ട് വിട്ടത്. സാധാരണഗതിയിൽ ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്ന ആളുകൾ, കുട്ടികൾ അത്യാവശ്യം നല്ല നിലയിൽ ബ്രൈറ്റായവരാണ്, അതിൻ്റെതായ പരീക്ഷകളൊക്കെ എഴുതി നല്ല മാർക്ക് വാങ്ങിയവരാണ്. ആ നിലക്കുള്ള ഒരു സീറ്റ് എന്റെ മകന് കിട്ടിയിട്ട് അവിടെ ഇത്രമാത്രം ക്രൂരമായ പീഡനങ്ങളുണ്ടായിട്ട് ആ കുട്ടിയെ ഫോൺ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പോലും, ആ മാതാപിതാക്കളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. ഒരു തരം സാഡിസമാണ് അവരിലുള്ളത്. അതിന് ആധുനിക ശാസ്ത്രം പറയങ്ങനെ, അവർക്ക് സാഡിസമാണ്. ഒരു കുട്ടി ക്രൂരമായ മർദ്ദനങ്ങൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കോമ്പസ് കൊണ്ട് ശരീരത്തിലെ ഭാഗങ്ങളിൽ ഇങ്ങനെ കുത്തുമ്പോൾ ആ കുട്ടി ഉറക്കെ കരയാണ്. ആ കരയുന്നത് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന ഒരു മനോവൈകൃതം എങ്ങനെ നമ്മുടെ കുട്ടികളിലുണ്ടായി? ആ കോമ്പസ് കൊണ്ട് കുത്തിയ മുറിപ്പാടുകളിൽ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ലോഷൻ ഒഴിച്ചു എന്നാണ് പറയുന്നത്. ആ നീറ്റലിന്റെയും വേദനയുടെയും ഒക്കെ അവസ്ഥകൾ ആ വീഡിയോ അതിന്റെ തുടക്കത്തിൽ 1-2 സെക്കൻഡുകൾക്കപ്പുറം കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല. എന്നാൽ അത് ദിവസങ്ങളോളം ചെയ്ത് അത് ആസ്വദിച്ച് കണ്ടതൊരു വീഡിയോയിൽ പകർത്തി വീണ്ടും വീണ്ടും അത് കണ്ട് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം മാനസികമായ സുഖം, ആ തരത്തിലുള്ളൊരു വൈകൃതം നമ്മുടെ കുട്ടികൾക്ക് ലഭിച്ചത് നമ്മുടെ നാടുകളിലുള്ള സിനിമകൾക്കും സംവിധാനങ്ങൾക്കുമൊക്കെ വലിയ പങ്കുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കുകയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, നഴ്സുമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ പറയാം സ്നേഹത്തിന്റെ മാലാകമാരാണ് അവർ. വെള്ളക്കുപ്പായവും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ മുന്നിലൂടെ അങ്ങനെ വരും ഒരു മാലാക വരുന്ന പോലെ അവരുടെ തലോടൽ, അവരുടെ സ്നേഹം, അവരുടെ ശുശ്രൂഷകൾ. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നഴ്സിംഗ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളൊക്കെ ശുശ്രൂഷിക്കുന്ന രംഗങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇത്തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച വെളിവില്ലാത്ത അക്രമി സംഘങ്ങൾ, കൊലപാതക കൂട്ടങ്ങൾ, തെമ്മാടികൾ നമ്മുടെയൊക്കെ ശുശ്രൂഷകരായി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇക്കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മുടെ കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ. അതിലും പറഞ്ഞത് റാഗിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പത്രമാധ്യമങ്ങളിൽ വന്നത് റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു, വിദ്യാർത്ഥി നേരിട്ടത് കൊടിയ ക്രൂരതകളാണെന്നുള്ളതാണ്. ആ വാർത്തകളിൽ വന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എങ്കിൽ ബാത്റൂമിലെ, ടോയ്ലറ്റിലെ ക്ലോസറ്റ് പോലും ആ കുട്ടിയെ കൊണ്ട് നക്കിച്ചു എന്നാണ് പറയുന്നത്. ക്ലോസറ്റിലെ വെള്ളത്തിൽ മുക്കി എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ മനസ്സ് വരുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക്? എങ്ങനെയാണ് ഇത്തരം തോന്നലുകൾ ഉണ്ടാകുന്നത്? ഇത്തരം വയലൻസുകൾ നിറഞ്ഞ കാഴ്ചകൾ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ചെയ്താൽ തിരക്കടില്ല എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നലുകൾ ഉണ്ടാക്കുകയാണ്. അത്തരം സംവിധാനങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ നമ്മുടെ ആളുകൾക്ക് സാധ്യമാകുന്നില്ല എന്നുള്ളത് വലിയ തരത്തിലൊരു അപകടമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതാണ്. ഇവിടെ മനുഷ്യത്വത്തിന് എവിടെയാണ് സ്ഥാനമുള്ളത്? എവിടെയാണ് മനുഷ്യത്തിന് സ്ഥാനമുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉന്നതമായ
ഔന്നിത്യത്തിന്റെ സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നതാണ് പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികൾക്ക് നാം ആദരവ് നൽകിയിരിക്കുന്നു. അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു ആദരവ് നൽകിയിരിക്കുന്നു, അത്തരമൊരു സ്ഥാനം മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥാനം അർഹിക്കുന്ന സ്ഥാനം മനുഷ്യന് നൽകുന്നുണ്ടോ? അതിനു പകരം ചിന്താശേഷി നഷ്ടപ്പെട്ട, കേൾവിശേഷി നഷ്ടപ്പെട്ട ഒരു ജനസമൂഹം വളർന്നു വരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ, മഹാഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണെന്നാണ്. അവരെ നരകത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചവരാണ്. അവർ നരകത്തിന്റെ വിറകുകളാകാനുള്ളവരാണ്. അവരാരാണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കുന്നില്ല. ആ ഹൃദയങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ചിന്തിക്കുവാൻ തയ്യാറാകുന്നില്ല. ആലോചിക്കൂ, എത്രയോ സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോഴും, ഇങ്ങനെയുള്ള സംഭവങ്ങളും അറസ്റ്റുകളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും, പത്രമാധ്യമങ്ങളിലൂടെ മുഖം പൊത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾ, കുറ്റവാളികൾ നടന്നു പോകുമ്പോഴും ഞാൻ അങ്ങനെ ഒരാളാകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ ഈ അക്രമികളായ ആളുകളെ കൊണ്ടുപോകുമ്പോൾ, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരും മുഖം പൊത്തുന്നുണ്ട്, അവരും അവരുടെ മുഖം മറക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ മുഖം മറച്ചു പോയൊരുത്തനെ കാണുമ്പോൾ നാളെ ഞാനിതുപോലെ പോകേണ്ടുന്നൊരവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് അവർ ചിന്തിക്കുന്നില്ല. കാരണം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്താശേഷിയില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള കണ്ണുണ്ട്, പക്ഷേ ആ കണ്ണുകൊണ്ടവർ കാണേണ്ടതല്ല കണ്ടിട്ടുള്ളത്. ആ കണ്ണുകൊണ്ടവർ കാണാൻ തയ്യാറായിട്ടില്ല. ഓൻ കണ്ടത് കുറെ റീലാണ്, ഓൻ കണ്ടത് കുറെ സിനിമകളാണ്, അവൻ കണ്ടത് അക്രമങ്ങളാണ്. ആ അക്രമങ്ങൾ കണ്ടതിനെ എവിടെങ്കിലും ഒന്ന് പയറ്റണം, എവിടെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ? അതാണ് അവന്റെ മൈൻഡിലുള്ളത്. അവൻ കാണേണ്ട രീതിയിൽ അവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ ചെവി കൊണ്ട് അവർ കേൾക്കേണ്ട പോലെ കേട്ടിട്ടില്ല. എത്രയെത്ര ഉപദേശങ്ങൾ, എത്രയെത്ര നല്ല സംസാരങ്ങൾ, അതൊന്നും അവർ കേൾക്കുന്നില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? ഉലൈക കൽ അൻആം, അവര് നാൽക്കാലികളെ പോലെയാണ്. ഒരു പോത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു നായയെപ്പോലെ, ഒരു നാൽക്കാലിയെപ്പോലെ. എന്നിട്ട് ഖുർആന് പറയാണ് ബൽഹും മലൽ, അങ്ങനെ നാൽക്കാലികൾ എന്ന് പറഞ്ഞാൽ ആ നാൽക്കാലികൾക്കുണ്ടാവില്ല ഒരു നാണവും മാനവും. ഒരു നാൽക്കാലിയെ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മർദ്ദിച്ചാൽ അതിനൊരു നാണവും മാനം ഉണ്ടാവും. എന്നാലും ഞാനൊരു പോത്തല്ലേ, ഇന്നെങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലോ എന്നാ തോന്നും, ഒരു നായക്ക് ചിലപ്പോൾ തോന്നും. എന്നാൽ അങ്ങനെ നിങ്ങൾ നാൽക്കാലികളോട് പോലും അവരെ ഉപമിക്കരുത്. ബൽഹും മലല്, ആ നാൽക്കാലികളെക്കാളും നികൃഷ്ടരാണവർ. ഉലൈക കൽ അൻആമി ബൽഹും മലല്, നാൽക്കാലികളെന്ന് അവരെ പറഞ്ഞാൽ ആ നാൽക്കാലികൾക്ക് പോലും നാണക്കേടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അവരെ നാൽക്കാലികളോട് ചേർത്ത് പറയരുത്, അതിനേക്കാൾ നികൃഷ്ടരാണവർ. പൈശാചികമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിശാച് പോലും പറയും ഞാൻ അത്രക്കൊന്നുമില്ലട്ടോ എന്ന് പറയുമാറ് തരം താഴ്ന്നു പോയിരിക്കുന്നു ഈ സമൂഹം എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അവിടെ മനുഷ്യത്വത്തിന് എന്ത് സ്ഥാനം, അവിടെ കരുടക്കെന്ത് സ്ഥാനം? ആ വീഡിയോ കാണുമ്പോ, അത് കണ്ടു നിൽക്കുമ്പോൾ, അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ആ കുട്ടിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും സങ്കടം വരികയാണ്. അറിയാതെ കണ്ണ് നിറഞ്ഞു പോവാണ്. ആ വീഡിയോ കണ്ടിരിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. എന്നാൽ ആ ക്രൂരതകൾ ചെയ്യുമ്പോ അവരുടെ മനസ്സുകളിൽ കരുണയുടെ ചെറിയൊരു നേർത്ത നനവ് പോലും ഇല്ലാതായി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മൾ പഠിപ്പിക്കുക, ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മാൻ, നിങ്ങൾ കരുണ കാണിക്കൂ, നിങ്ങളോട് ഏറ്റവും വലിയ കരുണാനിധിയായ, കരുണാവാരിധിയായ, അർഹമുർ റാഹിമീനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മിൽപ്പെട്ടവനല്ല, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല, വലിയവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പറയുമ്പോ അവന് വിശ്വാസിയല്ല എന്നാ പറയുന്നത്. ചെറിയ ആളുകളോട് കരുണയില്ലാത്തവനെ മുസ്ലിമായി പോലും പരിഗണിക്കുക സാധ്യമല്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഇത്രമാത്രം ക്രൂരതകൾ എങ്ങനെ സാധ്യമാകുന്നു എന്നത് നമ്മൾ തലയിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കുകയാണ്.
അവിടെ മനുഷ്യരോട് കരുണ കാണിക്കണമെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം പരിശുദ്ധ ഖുർആനിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു സുന്ദരമായ സന്ദേശം നിങ്ങൾ നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു യാത്രയിലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നുപോ, ഭയങ്കരമായ ദാഹം വന്നു. ഫവജദ ബിഅറൻ ഫനസല ഫീഹ, അങ്ങനെ ഒരു കിണർ അദ്ദേഹം കണ്ടു. ദാഹിച്ച് വലഞ്ഞവന്റെ മുമ്പിൽ ഒരു കിണർ കാണിക്കപ്പെട്ടപ്പോ ആർത്തിയോടുകൂടി അയാൾ ആ കിണറിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പം ഫഇദാ കൽബുൻ യൽഹസു യഅകുലു സറാ മിനൽ അത്ശ്, അങ്ങേയറ്റത്തെ ദാഹം കൊണ്ട് ഒരു നായ മണ്ണിലിങ്ങനെ നാവിട്ടുകൊണ്ട് ഇളക്കുകയാണ്. മണ്ണ് കപ്പൻ, എന്തെങ്കിലും ഒന്ന് കിട്ടോ, വെള്ളത്തിന്റെ കണിക കിട്ടോ നോക്കാൻ. ദാഹം കണ്ടു, ആ മനുഷ്യന്റെ മനസ്സലിഞ്ഞു. فقال الرجل لقد بلغ هذا الكلب من العطش مثل الذي كان بلغني, എനിക്ക് സംഭവിച്ചിട്ടുള്ള അതേ പ്രശ്നമാണല്ലോ ഈ നായക്കും സംഭവിച്ചത്. അതിന് വിശന്നിട്ടാണല്ലോ, ദാഹിച്ചിട്ടാണല്ലോ പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഫനസലൽ ബിഅറ ഫമലഅ ഖുഫഹു ثم അംസകഹു, അദ്ദേഹത്തിന്റെ ഷൂ ഉപയോഗിച്ച് ആ കിണറിലേക്ക് ഇറങ്ങിയ ആ ഷൂവിലിങ്ങനെ വെള്ളം കോരിയെടുത്തിട്ട് അത് കടിച്ചു പിടിച്ച് അദ്ദേഹം വന്ന് ആ നായക്ക് വെള്ളം കൊടുത്തു എന്നാണ്. വെള്ളം കൊടുത്തു. അങ്ങനെ ആ നായ വെള്ളം കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഗഫറ ലഹു, അദ്ദേഹത്തിന്റെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. വേറെ ചെറിയ റിവായത്തുകൾ കാണാൻ സാധിക്കും. തമ്മാടിയായി, ഫാസിഖായി, വ്യഭിചാരിയായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇത് കേട്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ, നബിയെ, കന്നുകാലികൾക്ക്, നാക്കാലികൾക്ക്, അതേപോലെ തന്നെ വന്യമൃഗങ്ങൾക്ക് ഇതിനോടൊക്കെ ഞങ്ങൾ ഗുണം ചെയ്താൽ ഞങ്ങൾക്ക് വലിയ കൂലിയും കിട്ടുമോ? അതിനൊക്കെ പ്രതിഫലമുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകൻ, ജീവജാലങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ, മനുഷ്യന് കരുണ പഠിച്ചു കൊടുത്ത പ്രവാചകൻ, അവിടുന്ന് പറയാണ് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ജീവനുള്ളൊരു വസ്തു ഉണ്ടോ, അതിനോട് കരുണ കാണിക്കണം. അതൊരു ഉറുമ്പാണെങ്കിൽ ആ ഉറുമ്പിനോട് പോലും കാണിക്കേണ്ട ഒരു ദയയുണ്ട് എന്നാണ്. എന്നാലേ മനുഷ്യന്റെ മാംസത്തിൽ, ജീവനുള്ള മാംസത്തിൽ, പച്ച മാംസത്തിൽ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് കുത്തി നോവിക്കാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്താണ്. എന്നിട്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും, കൈ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് ചോര വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ചോരൊന്നും വരുന്നില്ല, ചിരിക്ക. നല്ല ചെങ്ങല, കൂടിയറ്റം ചെങ്ങലുണ്ടെങ്കിൽ കെട്ടിയിടേണ്ട ഭ്രാന്തന്മാർ, അവരെ കോളേജുകളിലല്ല, കലാലയങ്ങളിലല്ല, അവരെ കൊണ്ടുപോയിരുത്തേണ്ടത് ഭ്രാന്താശുപത്രികളിൽ കെട്ടിയിടേണ്ട, ചികിത്സിക്കേണ്ട അസുഖമാണത്. തുറന്നുവിടാൻ പാടില്ല നാട്ടിലേക്ക്. അത്രമാത്രം നീചമായ സ്വഭാവത്തിലേക്ക് ആളുകൾ പോവുക. ഒരു ജീവിയോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ കരുണ ഇന്നുണ്ടോ? അവിടെ പറഞ്ഞു, നിങ്ങൾ വന്യജീവികളോടൊക്കെ കരുണ കാണിക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് സാന്ദർഭികമായി പറയേണ്ട ഒരു കാര്യം, കാട്ടിൽ ജീവിക്കേണ്ട ആനയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പടക്കങ്ങൾക്കിടയിൽ, ചെണ്ടമേളങ്ങൾക്കിടയിൽ, ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിർത്തി ഇന്നലെയും 3 മരണമുണ്ടായി എന്നുള്ളതാണ്. ഇന്നലെയും 3 മരണമുണ്ടായി. സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം. ഇവിടെ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ മനുഷ്യന് ഉപദ്രവകരമായ ജീവികളെ കൊല്ലണമെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അതിനെതിരെ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുമ്പോ, മനുഷ്യാവകാശത്തെക്കാൾ വലിയ വന്യജീവി സ്നേഹവുമായി വരുന്ന ആളുകൾ, മൃഗസംരക്ഷകരൊക്കെ ഉണ്ട്. ഇവിടെ അവരൊന്നും കാണാറില്ല എന്നുള്ളതാണ്. തന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി എഴുതിയൊരു കാര്യമുണ്ട്. ഈ നേർച്ചക്കാരിയും പൂരക്കാരിയും ഒന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല, ആ ആനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എത്ര ചിന്തനീയമായൊരു കാര്യമാണ്. ഈ ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ആ ആനനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ പൂരാണ്, ഉത്സവമാണ്, നേർച്ചയാണ്, ഇത് അവിടെ വന്നിട്ട് അലമ്പുണ്ടാക്കല്ലേ എന്ന് ആ ആനനെ പറഞ്ഞ് മനസ്സിലാക്കലായിരിക്കും അതിനെക്കാട്ടിലും നല്ലതെന്നാണ്. ആ ജീവിയോട് കാണിക്കേണ്ട കരുണയില്ലേ? ആ ജീവിക്ക് അതിൻ്റെതായ ആവാസ വ്യവസ്ഥയില്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം പ്രാധാന്യം ഒരു ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ സ്ഥാനത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ പഠിപ്പിച്ചത്? മനുഷ്യന്റെ സ്ഥാനമെന്ന് പറയുന്നത് അത് കഅബയേക്കാൾ പരിശുദ്ധമാണ്. അറിയോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഅബയോടുള്ള പരിശുദ്ധി എന്താ? കഅബയോടുള്ള പരിശുദ്ധി എന്താ? അവൻ ആ കഅബയെ കാണുന്നതിന്റെ അവസ്ഥ എന്താ?
നമ്മുടെ ഇടയിൽ പല ആളുകളും കഅബ കണ്ടവരുണ്ട്, കാണണമെന്ന അതിയായ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള സ്ഥാനം എന്താ? അതിനേക്കാൾ വലിയ സ്ഥാനമാണ് ഒരു മനുഷ്യന്റെ ജീവനുള്ളത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവന് അത്രമാത്രം വിലയുണ്ട്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി ഫീ യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞ കാര്യം, ഒരു മനുഷ്യന്റെ രക്തത്തിന്, അവന്റെ അഭിമാനത്തിന്, അവന്റെ സ്വത്തിന് ഈ നാടിനേക്കാൾ പവിത്രതയുണ്ട്. ഏതാ നാട്? കഅബാലയം സ്ഥിതി ചെയ്യുന്ന, പരിശുദ്ധ ഹറം സ്ഥിതി ചെയ്യുന്ന മക്കയുടെ അറഫയുടെ മൈതാനിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞു, ദുൽഹിജ്ജ 9 അറഫ നടക്കുന്ന, ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനമുള്ള അറഫ ദിവസത്തെക്കാൾ പ്രാധാന്യം, ആ കഅബ സ്ഥിതി ചെയ്യുന്ന നാടിനേക്കാൾ പ്രാധാന്യം ഒരു മനുഷ്യന്റെ ജീവനുണ്ട് എന്ന് പഠിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി ഉപദ്രവിച്ചിട്ട് അതിൽ ആത്മനിർവൃതി അടയുമ്പോ നമ്മൾ കരുണയുള്ളവരാകണം സഹോദരങ്ങളെ. കരുണയെക്കുറിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരിക്കലും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണ്, വിദ്യാർത്ഥികൾ അങ്ങനെയാണെന്നല്ല. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ചില വാർത്തകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നറിയോ, വിദ്യാർത്ഥികളുടെ സഹായത്തിൽ സഹപാഠിക്ക് വീട്. അങ്ങനെയുണ്ട് കുട്ടികൾ. ഒരു സ്കൂളിലൊരു കുട്ടി വീടില്ല, ചോർന്നൊലിക്കുന്ന വീട്ടില. ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും ചേർന്ന് അവർക്ക് സ്വരൂപിക്കാൻ പറ്റുന്ന പൈസ സ്വരൂപിച്ച് ആ സഹപാഠിക്കൊരു വീടുണ്ടാക്കി കൊടുത്തു എന്നാണ്. വേറൊരു വാർത്ത കണ്ടത്, സഹപാഠിക്ക് വീടില്ല, പഴയ പത്രം ശേഖരിച്ച് അത് വിറ്റിട്ട് വീട് വെച്ച് നൽകാൻ വിദ്യാർത്ഥികൾ. അവര് അടുത്തുള്ള വീടുകളിലൂടെ ഒക്കെ പോയിട്ട് പറഞ്ഞു, പഴയ പത്രോ കടലാസോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തരി, ഞങ്ങളുടെ ഒരു കൂട്ടുകാരന് വീടുണ്ടാക്കാനാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ പണം സ്വരൂപിച്ച് ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ട്. അല്ല, ഇതൊരുപാട് വാർത്തകളുണ്ട്. ഭക്ഷ്യമേള സംഘടിപ്പിച്ചിട്ട് വിദ്യാർത്ഥിക്ക് ഇവിടെ ഒരു ഭക്ഷ്യമേള ഉണ്ടാക്കി, അതിന്റെ വരുമാനം കൊണ്ട് വീട് വെച്ചു കൊടുത്തു. അല്ലെ, വേറൊന്ന് കണ്ടത്, മരുന്ന് വാങ്ങാൻ സഹായം നൽകി. സ്ഥിരമായിട്ട് രോഗിയാണ്, ആ കുട്ടികൾ കൂടിയിട്ട് മരുന്ന് വാങ്ങാൻ കൊടുത്തു. ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി. സാധാരണ നന്മ മരങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് വിടും, ഇങ്ങനെ ഒരു രോഗിയുണ്ട് എന്ന് പറയും, എല്ലാ ആളുകളും പൈസ അയക്കും. അതേപോലെ ഒരു സീനിയർ വിദ്യാർത്ഥിയുടെ ഐഡിയ ആണെന്നാണ് പിന്നെ വാർത്തയുടെ വീഡിയോയിൽ കണ്ടതാണ്. ആ സീനിയർ വിദ്യാർത്ഥി, അങ്ങനെ സീനിയർമാര് തന്റെ ജൂനിയറായ കുട്ടികളോട് കാണിക്കേണ്ട കരുണത, അവന് മാരകമായ അസുഖം ബാധിച്ചപ്പോ ഈ കുട്ടി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടി വീഡിയോ എടുക്കാം, എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവരും അത് ഷെയർ ചെയ്യുക. അങ്ങനെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട പണം ആ സീനിയറിന്റെ നേതൃത്വത്തിൽ ആ നാട്ടിലെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ നന്മയുള്ള ആളുകൾ ചേർന്ന് ആ കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഉച്ചഭക്ഷണം കൊണ്ടിരുന്നില്ല ഒരു കുട്ടി, സ്ഥിരമായിട്ട് വരുമ്പോൾ ഉച്ചഭക്ഷണം എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ കുട്ടി പുറത്തേക്ക് ഇങ്ങനെ പോകും. ഒരു ദിവസം ക്ലാസ്സിൽ തലയിറങ്ങി വീണപ്പോ ആളുകൾ നോക്കി പരിശോധിച്ചപ്പോ ആ കുട്ടിയുടെ പാത്രത്തിലൊന്നുമില്ല. പിറ്റേ ദിവസം മുതൽ ഓരോ കുട്ടികളും അവരുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കല്ല, ആ രീതിയിൽ നമുക്ക് മാറാൻ സാധിക്കണം. സഹപാഠികളോടുള്ള, സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾ ആ രീതിയിലാകാൻ സാധിക്കണം. നമ്മുടെ താഴെയുള്ള കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച് നല്ല വിചാരങ്ങളും നല്ല പ്രാർത്ഥനകളും വരണം. അങ്ങനെ എത്ര ആളുകൾക്കാകാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും അധികാരത്തിന്റെ സ്വരത്തിൽ, ആജ്ഞാപിക്കലിന്റെ സ്വരത്തിൽ തന്റെ താഴെയുള്ള വിദ്യാർത്ഥികളോട് പെരുമാറുമ്പോ അവരുടെ മനസ്സിൽ എന്ത് സ്ഥാനം നിങ്ങൾക്കുണ്ടാകുക? കരുണയോടുകൂടി അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഓർക്കുന്ന, പ്രാർത്ഥിക്കുന്ന നല്ലവരായ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ട്, എന്റെ ജ്യേഷ്ഠനടക്കമുള്ള ആളുകൾ അവര് ഇതേപോലെ വെള്ളിയാഴ്ച ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ലൈബ്രറിയിൽ വന്നിട്ട് എല്ലാവരും കൂടി ഇരിക്കും. എന്നിട്ട് അവര് ഒരു ഖുത്ബ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് പരസ്പരം പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ പറയാം, ഇന്ന കാര്യങ്ങൾ പറയാം. നന്മക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഈ ഒരു മിമ്പറിൽ നിന്ന് ഇതുപോലെ സംസാരിക്കുവാൻ ഞങ്ങൾക്കൊക്കെ ധൈര്യവും കരുത്തും, ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണമെന്നൊക്കെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മുതിർന്ന സഹോദരന്മാർ, ഞങ്ങളുടെ മുകളിലെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരെ ഞങ്ങൾ ആ നിലക്ക് ഓർക്കണം. അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഈ നിലക്കുള്ളൊരു പ്രാർത്ഥന മനസ്സിൽ നിന്ന് വരാൻ അവർ കാരണമായിട്ടുണ്ട്. ഇപ്പോഴും ആ രംഗങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസം വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇന്ന പറയണം, ഇങ്ങനെയൊക്കെ ആക്കണം എന്നവർ പറഞ്ഞു തരുന്നു, നന്മകൾ ഉപദേശിച്ചു തരുന്നു, വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തി തരുന്നു. ആ നിലക്കുള്ള ഒരു ബന്ധമാണ്
സഹപാഠികൾ തമ്മിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടാകേണ്ടത് മറിച്ചൊരിക്കലും അക്രമത്തിന്റേതാകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഞാൻ വിദ്യാർത്ഥികളോട് പറയട്ടെ, വിദ്യാർത്ഥി സമൂഹം ഇവിടെ ധാരാളമുണ്ട്. ഒരിക്കലും നാളെ മുഖം പൊത്തി നിങ്ങൾ പോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇത്തരം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നവരാകണം നിങ്ങൾ. അവിടെ ഒരു ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങരുത്. ഈ കുട്ടി പോലും സ്വന്തം മാതാപിതാക്കളോട് ഇത് പറയാതിരിക്കാൻ കാരണം എന്താ പറയുക, വീണ്ടും ആ കോളേജിൽ തന്നെ പഠിക്കണ്ടേ, ഇവരെ ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ള അതിശക്തമായ നിയമങ്ങളുണ്ടെങ്കിൽ, നിയമങ്ങളുണ്ടായാൽ പോരാ, നടപടികളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതിയൊക്കെ നിൽക്കും. അത് കൊണ്ടുവരണം, അതിന്റെ പിന്നാലെ ചെന്ന് നടപ്പിലാക്കണമെന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളിൽ ഒരാളും ഒരു കുട്ടിയെ മർദ്ദിക്കുന്നവരാകരുത്, ഒരാളെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്നവരാകരുത്. മറിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവന്റെ മനസ്സിലെക്കാലത്തും നിങ്ങളെ നന്മയോടുകൂടി ഓർക്കുന്ന, നല്ലവനായി ഓർക്കുന്ന, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ അവന് നീ അനുഗ്രഹം നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ തരത്തിലുള്ളൊരു നന്മയുടെ ഭാഗമായി, മുഖമായി നിങ്ങൾ നിങ്ങളുടെ അനിയന്മാരുടെ, നിങ്ങളുടെ താഴെയുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള സങ്കടപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന വാർത്തകളിൽ നിന്ന് അല്ലാഹു നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മളൊക്കെ പ്രശ്നങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ കാണിക്കുക, അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നമുണ്ട്, അവിടെ വിഷയങ്ങളുണ്ട്, ഇവിടെ വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പരിഹാരങ്ങൾ അന്വേഷിക്കുക എന്നത് അതിന്റെ ഭാഗമാണ്. പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമൊക്കെ ധാരാളമായി കടന്നു വരുന്നു, അക്രമ സ്വഭാവങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ രക്ഷിതാക്കളുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആശങ്ക, എന്റെ മകൻ അങ്ങനെയൊക്കെ ആയി പോകുമോ? കുറച്ചു മുമ്പൊക്കെ നമ്മൾ രക്ഷിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, എന്തായാലും ഇന്റെ മോനൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ഇന്റെ മോനൊന്നും അതിൽ പെടൂല. പക്ഷെ ഇന്ന് അങ്ങനെ ധൈര്യസമേതം രക്ഷിതാക്കൾക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ വിചാരിച്ച കുട്ടികളുടെ, ഇപ്പൊ ഇന്ന് ഈ സംഭവങ്ങളിൽപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളും ഇതേപോലെ തന്നെ വിചാരിച്ചവർ, എന്റെ മോനൊന്നും അങ്ങനൊന്നും ഉണ്ടാവില്ല, ഓനൊക്കെ അവിടെ നല്ല പഠിത്തായിരിക്കും എന്ന് വിചാരിക്കണേ. രാത്രികാലങ്ങളിൽ അവരുടെ പഠനത്തിന്റെ സമയമാണ്, എന്നാ രക്ഷിതാക്കൾ ചോദിച്ചു ഓല അവിടെ റൂമിൽ വേറെ പണിയാണ്. അതേപോലെയാണ് ഓരോ രക്ഷിതാവും ഒന്ന് ചിന്തിക്കുന്നത്, എന്റെ മക്കൾ എന്തായി തീരുമെന്ന ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, പരിഹാരം പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം. വിശ്വാസികളുടെ അടയാളമായി അള്ളാഹുവിന്റെ സ്നേഹം നേടിയിട്ടുള്ള ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ആ കൺകുളിർമയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. എന്റെ മക്കളിൽ നിന്ന് എനിക്ക് കൺകുളിർമ നൽകണം, എന്റെ ഭാര്യയിൽ നിന്ന്, എന്റെ ഇണയിൽ നിന്ന്, എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കൺകുളിർമ നൽകണം എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഇണയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സ്ഥലത്തേക്ക് കൺകുളിർമക്ക് വേണ്ടി പോകൂല. അതേപോലെ തന്നെ ഒരു ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭർത്താവിൽ നിന്ന് കൺകുളിർമ ആഗ്രഹിക്കും, മറ്റുള്ളവരെ തേടി പോകൂല. ആ മക്കളെ സ്നേഹത്തോടുകൂടി വളർത്തുവാൻ, അവരെ കൃത്യമായി തന്നെ കൊണ്ടുപോകുവാൻ, അവരിൽ നിന്ന് കൺകുളിർമ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മക്കൾക്ക് ഒരു വില്ലനായി അയാൾ മാറൂല. ഇന്നങ്ങനെയുള്ളൂ, സ്വന്തം പിതാവ് വില്ലനായി മാറാണ്, കൊലപ്പെടുത്തുകയാണ് മക്കളെ. തിരിച്ചും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാളുടെ കുടുംബങ്ങളിൽ, അയാളുടെ മക്കൾക്കിടയിൽ, ഭാര്യക്കിടയിൽ, ഭർത്താവിനിടയിൽ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും ഇടയുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. ആ നിലക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൺകുളിർമ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകുന്ന, അവരുടെ ആ ഒരു പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്ന,
അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനം കൊണ്ട് കരയാതിരിക്കാൻ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. എത്രയോ രക്ഷിതാക്കൾ ഈ നിലക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു രക്ഷിതാവ് ഒരു പണ്ഡിതനുമായി സംസാരിക്കുമ്പോൾ, ഒരു പ്രഭാഷകനുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്നാണ്, ഓനൊന്നും മരിച്ചു കിട്ടിയാൽ മതി എന്ന് വരെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെന്ന്. സ്വന്തം മകൻ അത്രയും പറയിപ്പിക്കലാണ്. ഒരു സ്വൈര്യം അയാൾക്ക് കൊടുക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്കറിയാലോ. ആ രക്ഷിതാവ്, ആ മാതാവ് പറയുന്നുണ്ട്, പിതാവിനെ അടിച്ചു വന്നതാണ്. ആ കുട്ടി ഒരു സ്വൈരവും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അവൻ പഠനം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നത് മുതൽ ഒരു ജയിലിൽ കഴിയുന്ന പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞതെന്ന്. അങ്ങനെയുള്ള മക്കളെക്കുറിച്ച് ആലോചിക്കുന്ന, വേദനിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. അതാണ് ഏറ്റവും വലിയ പരിഹാരം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ സന്താനങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം ഉപദേശമാണ്. ഉപദേശങ്ങൾ നൽകേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി നൽകണം. ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരാളിരുന്നിട്ട് ഇങ്ങനെ പറയാണ്, നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കരുത്, ഉപദേശങ്ങൾക്ക് ഇഷ്ടമല്ല. അതിനൊരു ഉദാഹരണമൊക്കെ പറയണ്ടേ, ഞാൻ ഈ മിമ്പറുമെന്ന് പറയുന്നില്ല. അയാൾ പറയാം, ഉപദേശിച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോലെ ഉപദേശിക്കാതൊക്കെയാ. അതിന് 1 മില്യൺ വ്യൂവേഴ്സ് എല്ലാം കമന്റ് ആയി. ശരിയാ ശരിയാ ശരി, എന്ത് ശരി? പരിശുദ്ധ ഖുർആൻ എന്താ? മൗഇളത്ത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഉപദേശമാണ്. സകലമാന പ്രവാചകന്മാരും തന്റെ മക്കളെ അടുത്തിരുത്തി ഉപദേശമാണ് നൽകിയിട്ടുള്ളത്. ഓൽക്കത് കേൾക്കാൻ താല്പര്യം, ഓൽ കേൾക്കണ്ട. അത് കേട്ടില്ലെങ്കിൽ ഓൽക്കെന്നെ നഷ്ടം എന്ന് വിചാരിച്ചൊരു ബാപ്പാന്റെ, ഒരു പിതാവിന്റെ പണിയെടുക്കാതിരിക്കുക. ഓൽക്ക് ഇഷ്ടമല്ല, ഞാൻ പറയുന്ന ഓൽക്ക് ഇഷ്ടമല്ല. എന്നാ പിന്നെ നമ്മൾ വാപ്പയെന്ന് അറിഞ്ഞു നടക്കണം. അതൊരു വാപ്പാന്റെ കടമയാണ്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഉദാഹരണമായ ഒരു പിതാവിനെ നമുക്ക് പഠിപ്പിച്ചു തരാം. വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ലുഹു. തന്റെ മകനെ അടുത്തിരുത്തിക്കൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഉപദേശങ്ങൾ. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, നമസ്കരിക്കണം, ആളുകളോട് നീ അഹങ്കാരത്തോടുകൂടി പെരുമാറരുത് എന്നടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുന്ന പിതാവിനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ ആ പിതാവിന്റെ കടമയാണ് ഉപദേശിക്കാന്നുള്ളത്. അത് യൂട്യൂബില് വ്യൂവേഴ്സിനെ കിട്ടാൻ, നല്ല കമന്റ് കിട്ടാൻ പല ആളുകളും പലതും പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില പിതാക്കന്മാർക്ക് തോന്നുക, ഇനിയിപ്പോ ഞാൻ ഉപദേശിച്ചിട്ടാണോ നന്നാവാത്ത് എന്ന് തോന്നി ഉപദേശം നിർത്തുകയാണ്. ഒരു വീഡിയോ ഇട്ട് അയാൾക്ക് കിട്ടാനുള്ള കായിട്ടും അയാൾ അതിനു വേണ്ടി എന്ത് കണ്ടന്റ് ഉണ്ടാക്കും. അത് വിചാരിച്ചിട്ട് അത് കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് അല്ല നമുക്ക് വേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഉപദേശമാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ഉപദേശങ്ങളിലൂടെ മാറ്റം വരുത്തിയ ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ഉപദേശങ്ങൾ കൊണ്ട് തന്നെ നന്നാവുള്ളൂ. അതേപോലെ തന്നെ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രണവും ഉണ്ടാകണം. നിയന്ത്രണം കൊടുക്കേണ്ടത് നിയന്ത്രണം തന്നെ കൊടുക്കണം. ചിലത് 2 കിട്ടിയാൽ തന്നെ ശരിയാവുള്ളൂ, അത് കൊടുക്കേണ്ടി വരും. അത് രക്ഷിതാക്കളുടെ കടമയാണ്. ആ നിലക്ക് മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. അത് പറയുമ്പോൾ വെറും മർദ്ദനമോ പീഡനമോ അല്ല, നമ്മുടെ കുട്ടികളാണ്. ശരിയാകാൻ വേണ്ടിയിട്ടുള്ള, അവർക്കൊരു പേടി തോന്നാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള ശകാരങ്ങൾ, അതല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള അടി, അതൊക്കെ അവർക്ക് ആവശ്യ. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കാരണം പെരിഞ്ചായ അടിയല്ല, അവർക്ക് പേടിയാവുന്ന തരത്തിൽ, അവർക്ക് ബോധമുണ്ടാകുന്ന തരത്തിലുള്ള അടിയൊക്കെ കൊടുക്കാൻ സാധിക്കണം. നിയന്ത്രണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. ധാർമ്മികമായ ബോധം അവർക്ക് പറഞ്ഞു കൊടുക്കണം. നന്മയുടെ കാര്യങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാകണം. ഇപ്പം ഓർമ്മയുണ്ടാകുന്ന പല കാര്യങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോൾ അവർ ജനിച്ച വർഷം പോലും ദിവസം പോലും ഓർമ്മയില്ലെങ്കിലും വാലന്റൈൻസ് ഡേ ഡേറ്റൊക്കെ കൃത്യമായിട്ട് ഓർക്കും. അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഓർക്കേണ്ടത് ഓർക്കാൻ, അറിയേണ്ടതറിയാൻ, പഠിക്കേണ്ടത് പഠിക്കാൻ, അല്ലെ, ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാനും അതൊക്കെ അവർക്കറിയാം. പക്ഷെ അതിനേക്കാൾ ഉപരി നന്മയുടെ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധ റമദാൻ നമ്മുടെ സമാഗതമായി അടുത്തെത്തിയിരിക്കുകയാണ്. ഒരുക്കങ്ങൾ ഉണ്ടാകണം. ശഅബാൻ മാസത്തിലെ അനാചാരങ്ങൾ നമ്മൾ വിട്ടുനിൽക്കണം. പ്രത്യേകിച്ച് ശഅബാൻ 15-നുള്ള ബറാഅത്ത് നോമ്പെന്ന പേരിൽ കൊണ്ടാടപ്പെടുന്ന ബിദ്അത്തായിട്ടുള്ള, നിഷിദ്ധമായിട്ടുള്ള ആ നോമ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ. അങ്ങനെ നോമ്പില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ വിശദമായി തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞതാണ്. ആ നോമ്പ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമദാനിന് വേണ്ടി, അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തിച്ചു തരാമാകട്ടെ. ആരോഗ്യത്തോടുകൂടി, ആയുസ്സോടുകൂടി റമദാനിൽ നന്മകൾ ചെയ്യുവാനുള്ള അവസരം അല്ലാഹു നമുക്ക് ഇവർക്കും ഒരുക്കി നൽകുമാറാകട്ടെ.
അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയി. ഇന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ട ആളുകൾ, പല ആളുകളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു അവർക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ, ഈ തലമുറയെ നീ നന്നാക്കി തീർക്കുമാറാകണമേ. ഒരുപാട് പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, അപകടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാഥ. നിന്റെ സംരക്ഷണം ഉണ്ടാകണമേ. അവർക്കെപ്പോഴും നിന്റെ താങ്ങും തണലും ഉണ്ടാകണമേ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ കരുത്ത് പകരണമേ. അവർക്ക് നിന്റെ സഹായം എത്രയും വേഗം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ